ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് അടിപൊളി കല്ലുമ്മക്കായിലപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക. കാരണം ഇതിൽ കല്ലുമ്മക്കായ് വൃത്തിയാക്കുന്നതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് കണ്ടാൽ നമുക്ക് കല്ലുമ്മക്കായ് എങ്ങനെ വൃത്തിയാക്കലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഏകദേശം 1 കിലോ കല്ലുമ്മക്കായ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരു 25 കല്ലുമ്മക്കായോളം ഇതിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മീഡിയം സൈസ്, സ്മോൾ സൈസ്, പിന്നെ ബിഗ് സൈസ് എല്ലായിട്ട് കല്ലുമ്മക്കായ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് കല്ലുമ്മക്കായ് നോക്കിയിട്ട് നമുക്ക് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുക. അതിൽ അപ്പം ചുട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാല്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ പുറത്തുള്ള ചളിയെല്ലാം ഒന്ന് നല്ലോണം കഴുകി കളയുക. നല്ല പണിയുണ്ട് കേട്ടോ ഇത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കല്ലുമ്മക്കായിൽ ഒരു ചേരി പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് ഇങ്ങനെ കണക്റ്റായിട്ട് വളർന്നു വരുന്ന ആ ഒരു സാധനമാണ്. അത് ആദ്യം ഇങ്ങനെ വലിച്ചൂരി കളയാം. അപ്പോൾ അതിൻ്റെ ചേരിയെല്ലാം വലിച്ചൂരി കളഞ്ഞു. ഇനി ഇതിൻ്റെ പുറം ഭാഗം വൃത്തിയാക്കി എടുക്കലാണ്. അപ്പോൾ പുറം ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്യാം. കത്തി വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗമെല്ലാം ഒന്നിങ്ങനെ ചുരണ്ടി കളയാം. അല്ലെങ്കിൽ ഒരു കല്ലുമ്മക്കായ് മറ്റേ ഒരു കല്ലുമ്മക്കായും തമ്മിൽ ഇങ്ങനെ അപ്പുറം അരച്ചിട്ടും അത് കളയാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം കയറുന്ന സ്റ്റീൽ ബോളില്ല, ആ സ്റ്റീൽ ബോളോട് ഒന്നിങ്ങനെ അരച്ചിട്ട് കൊടുക്കുമ്പം തന്നെ ഇത് പെട്ടെന്ന് നീറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സ്റ്റീൽ ബോൾ വെച്ചിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചളിയെല്ലാം ആയിട്ടുള്ള കല്ലുമ്മക്കായ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഫാമിൽ വളർത്തിയ കല്ലുമ്മക്കായ്ക്ക് അത്ര ചളിയൊന്നും കാണില്ല, പുറം ഭാഗമെല്ലാം നല്ല നീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികം നല്ല നീറ്റായിട്ടുള്ളതാണ് വാങ്ങിക്കൽ, അതിന് ടേസ്റ്റേ ഉണ്ടാലില്ല. ഇതുപോലത്തെ കല്ലുമ്മക്കായ് വാങ്ങിച്ചിട്ട് അപ്പം ചുട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാല്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായെല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ പുറം ഭാഗമെല്ലാം നല്ല നീറ്റായിട്ടില്ലേ. ഇനിയിപ്പോൾ ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ ഷെല്ല് ഒന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷെല്ല് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ നമുക്കതിൻ്റെ ഉള്ളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ മാവിലേക്കുള്ള അരി പൊതിർത്തലാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ വേണം അരി പൊതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട്. പുഴുങ്ങലരി കേട്ടോ യൂസ് ചെയ്യേണ്ടത്. 1 ഗ്ലാസ് പുഴുങ്ങലരിയും 1 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുഴുങ്ങലരി നല്ല തിളച്ച വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കണം. ഏകദേശം ഒരു 4 മണിക്കൂറെല്ലാം അത് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ, തിളച്ച വെള്ളത്തിൽ. പിന്നെ ഇതിലേക്ക് 1 മുറി തേങ്ങയും കൂടി വേണം. അപ്പോൾ ഇവിടെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അരി പൊതിർത്തി വെച്ചു, തേങ്ങ ചതച്ച് വെച്ചു. പിന്നെ വേണ്ടത് നമുക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും, പിന്നെ 2 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത്രയും ഐറ്റംസാണ് ഞാൻ കല്ലുമ്മക്കായിലേക്ക് നിറച്ച് കൊടുക്കേണ്ട മാവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം അരക്കണ്ട, ഒരു പൊടിയായിട്ട് വേണം, ഒരു തരിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കല്ലുമ്മക്കായിലപ്പം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാൽ. ഇനിയിപ്പോൾ ഈ അരച്ച മാവിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. നമ്മൾ അരി അരക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റാക്കി കൊടുക്കണം. കാരണം നമ്മൾ കല്ലുമ്മക്കായിലേക്ക് ഇത് നിറച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ലൂസായി പോകരുത്, അത് അതിൻ്റെ ഉള്ളിൽ നല്ല ഫില്ലായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു ടൈറ്റിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ വൃത്തിയാക്കിയ കല്ലുമ്മക്കായിലേക്ക് ഈ മാവ് നിറച്ച് കൊടുക്കണം. അപ്പോൾ കല്ലുമ്മക്കായിൻ്റെ ഉള്ളും കൂടി നല്ലോണം വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലെല്ലാം കുറച്ച് കച്ചറയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവില്ലേ അത് ഇതിലേക്ക് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. നല്ലോണം തിക്കായിട്ട് നിറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തിന്നായിട്ട് നിറച്ച് കൊടുക്കുക. അത് നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണ്. കഴിക്കുമ്പം ഒരുപാട് മാവ് കഴിക്കിടുന്ന ഇഷ്ടമില്ലാക്ക അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് മാവ് മതി എന്നില്ലാക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും ഈ മാവ് നല്ല ടേസ്റ്റുള്ള മാവായതുകൊണ്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കല്ലുമ്മക്കായിലെല്ലാം ഞാൻ മാവ് നിറച്ച് വെച്ചു. ഇനിയിപ്പം ഇത് ആവി കയറ്റിയിട്ടെടുക്കണം. ഒന്ന് ആവി കയറ്റിയിട്ടാട്ടോ ഇത് കുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ അപ്പച്ചെമ്പിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ആവി വെച്ച് കൊടുക്കണം. അപ്പോൾ ആവി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഴൻ്റെ ഇലയിലാട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത് പാത്രത്തിലേക്ക്. അപ്പോൾ വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ട് നമ്മൾ നിറച്ച് വെച്ച കല്ലുമ്മക്കായെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്ലുമ്മക്കായി നിറച്ചത് പുഴുങ്ങിയെടുത്തത് റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ നമുക്കിതിനെ ഷെല്ലിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ചൂട് ആറിയതിന് ശേഷം വേണം കേട്ടോ ഇത് നമുക്ക് ഷെല്ലിൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി ചൂടുണ്ടെങ്കിൽ നമ്മളെ കല്ലുമ്മക്കായി ഈ ഷെല്ലിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾ നിറച്ച അരിമാവില്ലേ അതിലേക്ക് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ചൂടോടെയാണ് ഞാനിത് അടർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കല്ലുമ്മക്കായി ഈ ഷെല്ലിൽ തന്നെ ഉണ്ട്. അത് പിന്നെ ഞാനിങ്ങനെ കൈവച്ച് അടർത്തിയിട്ട് നമ്മുടെ മാവിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുറേ സമയം ഒന്ന് തണിയാൻ വെച്ചിട്ട് വേണം ഇതൊന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഷെല്ലിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പുരട്ടലാണ്. അപ്പോൾ മുളക് പുരട്ടൽ നമ്മൾ മീൻ പൊരിക്കും പോലെ ചെയ്യൂലേ അതുപോലെ തന്നെ ഉപ്പും മുളകും പിന്നെ കുറച്ച് സിർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച കല്ലുമ്മക്കായിനെ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് പെരക്കിയെടുത്തിട്ട് പിന്നെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ കല്ലുമ്മക്കായിനെയും ഞാൻ മുളക് തേച്ച് വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് പൊരിച്ചെടുക്കലാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാല്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തു. പാൻ ചൂടായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുളക് തേച്ച കല്ലുമ്മക്കായിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായി അപ്പം റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, മുക്കി പൊരിക്കണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഒരു ഭാഗം നല്ല കുക്കായി പൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ് ഫ്രൈ റെഡിയായി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റെസിപ്പി. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.